ഗാസ മുനമ്പിലേക്ക് ഇസ്രായേലിന്റെ വൻ പടപ്പുറപ്പാട്. ഗാസ അതിർത്തിയിൽ അണിനിരക്കാൻ ഇസ്രായേലി സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കർശന നിർദ്ദേശം. IDFന്റെ പുതിയ തലവൻ ഇയാൻ സമീറിന്റെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് വീണ്ടും കനത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയ പാലസ്തീനികളോട് എത്രയും വേഗം തെക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്നു IDF എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അൽ ജസീറ പുറത്തുവിടുകയാണ്. വലിയ യുദ്ധത്തിന് ഗാസയിൽ നിന്ന്, ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് ഹമാസിനെ നിഷ്കരുണം ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 6 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുതിയ യുദ്ധം ആരംഭിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം. ഇതിനു പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധ നീക്കത്തെ എതിർക്കാൻ എല്ലാ അറബ് രാജ്യങ്ങളോടും ഒന്നിക്കാനുള്ള ആഹ്വാനം ചെയ്തിരിക്കുന്നു ഹമാസ് ആകെ ഭയന്നിരിക്കുകയാണ്. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഒസാമ ഹംദാൻ തന്നെയാണ് ഇപ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളോടും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 2ാം ഘട്ട യുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയണം. അതിന് എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം, ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണം. ഇനി ഒരു യുദ്ധമുണ്ടായാൽ ചിലപ്പോൾ ഗാസയിൽ ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതാണ് ഒസാമ ഹംദാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ മുന്നറിയിപ്പ്. എന്തായാലും ഗാസയിൽ ഒരിക്കൽ കൂടി യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. നമുക്കറിയാം, മാർച്ച് മാസം 1-ാം തീയതി 6 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ അവസാനിച്ചതാണ്. തൊട്ടടുത്ത ദിവസം മുതൽ 2ാം ഘട്ടമോ അല്ലെങ്കിൽ 1-ാം ഘട്ടത്തിൻ്റെ തുടർച്ചയോ ആരംഭിക്കേണ്ടതായിരുന്നു. അതായത് മാർച്ച് 1-ാം തീയതിക്ക് മുൻപ് തന്നെ വളരെ കൃത്യമായ ഒരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. ഞങ്ങൾ 2ാം ഘട്ട വെടിനിർത്തലിന് പോകുന്നതിന് പകരം 1-ാം ഘട്ട വെടിനിർത്തൽ 1 മാസം കൂടി നീട്ടാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ നടക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരു ദിവസം, ശനിയാഴ്ച ദിവസം ബന്ദികളെ നിങ്ങൾ മോചിപ്പിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ ഇസ്രായേലി ജയിലിലുള്ള പാലസ്തീൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കാം. അങ്ങനെ 1 മാസം പിന്നിടട്ടെ, അതിനുശേഷം നമുക്ക് 2ാം ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാം. എന്നാൽ ഏകപക്ഷീയമായി ഈ നിബന്ധന തള്ളിക്കളഞ്ഞു ഹമാസിനെ സംബന്ധിച്ച് മാർച്ച് 1-ന് ശേഷം 2-ാം തീയതി മുതൽ 2ാം ഘട്ട വെടിനിർത്തൽ സാധ്യമാകണം. 2ാം ഘട്ട വെടിനിർത്തൽ എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പരിപൂർണമായും പിന്മാറണം. ഫിലാഡൽഫി ഇടനാഴി ഹമാസിന് വിട്ടുകൊടുക്കണം. അതിനുശേഷം ഗാസയിലെ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് ഇസ്രായേൽ മാറി നിൽക്കണം. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം. അങ്ങനെ ഗാസ പരിപൂർണമായി പണ്ടെങ്ങനെയാണോ ഹമാസിൻ്റെ കയ്യിലിരുന്നത് അതുപോലെ ഹമാസിൻ്റെ കാൽക്കൽ വച്ച് നമസ്കരിക്കണം. ഇതാണ് ഹമാസ് മുന്നോട്ട് വച്ച നിബന്ധന. ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ കരാറിൻ്റെ തുടക്കം മുതൽ 6 ആഴ്ചത്തെ ആദ്യ വെടിനിർത്തൽ കരാറിൻ്റെ സമയത്ത് ഗാസയിൽ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടാകില്ല. ഹമാസ് ബന്ദികളെ ഭീഷണിപ്പെടുത്തില്ല. ഹമാസ് ഈ പ്രദേശങ്ങളിൽ അവരുടെ ഓപ്പറേഷൻസ് നടത്തില്ല. ഇതൊക്കെ എഴുതി നൽകിയതാണ്, ഇതൊക്കെ ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങളാണ്. എന്നാൽ സംഭവിച്ചതോ, ബന്ദികളെ മോചിപ്പിക്കുന്ന ആദ്യ ദിവസം മുതൽ ഹമാസ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പിടിമുറുക്കി. ഇസ്രായേലി സേനയ്ക്ക് ഹമാസിനെ ഒറ്റിക്കൊടുത്തു എന്ന പേരിൽ നിരവധി പാലസ്തീനികളെ തെരുവുകളിലിട്ട് വെടിവെച്ച് കൊന്നു. ബന്ദികളെ കൈമാറുന്ന ചടങ്ങോ വലിയ നാടകമാക്കി മാറ്റി. ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടി കയ്യിൽ യന്ത്രത്തോക്കുമേന്തി, കണ്ണു മാത്രം പുറത്തു കാട്ടി മുഖം മറച്ച് യന്ത്രത്തോക്കേന്തിയ 100 കണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാർ ബന്ദികളെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച. ബന്ദികൾക്ക് ചുറ്റും നിന്ന് പാലസ്തീനികൾ ഹമാസിന് ജയ് വിളിക്കുന്ന കാഴ്ച. ഇങ്ങനെ വളരെ അരോചകമായ അവസ്ഥയിലാണ് ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറുന്നതും പിന്നീട് അവരെ ഇസ്രായേലി സേനയിലേക്ക് എത്തിച്ചേരുന്നതും. ഇതുകൂടാതെ തന്നെ 8 ബന്ദികളുടെ മൃതശരീരമാണ് ഇസ്രായേലിന് കൈമാറിയത്. ഇതിൽ ഏറ്റവും ഒടുവിൽ കൈമാറിയ 4 മൃതശരീരങ്ങൾ, അതിൽ തന്നെ ഒരു കുടുംബത്തിലെ, ബിബാസ് കുടുംബത്തിലെ ഒരമ്മയും 2 പിഞ്ചു കുട്ടികളും. ആ അമ്മയും പിഞ്ചു കുട്ടികളും അടങ്ങിയ 4 ബന്ദികളുടെ മൃതശരീരം കൈമാറിയ ചടങ്ങ് ഇത്രത്തോളം മനുഷ്യത്വരഹിതമായിരുന്നു എന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ മൃതശരീരങ്ങൾ കൈമാറുമ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുന്ന സൈനികരുടെയോ അല്ലെങ്കിൽ സാധാരണ സിവിലിയൻസിൻ്റെയോ മൃതശരീരങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ കൈമാറുമ്പോൾ പാലിക്കേണ്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്.
ഈ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടിയായിരുന്നു ഹമാസിൻ്റേത്. അതുകൂടാതെ തന്നെ പിന്നീട് ഈ ഇസ്രായേലിലേക്ക് എത്തിയ മൃതശരീരങ്ങളിൽ ഷിരി ബിബാസ് എന്ന ബിബാസ് കുടുംബത്തിലെ ഈ കുട്ടികളുടെ അമ്മയുടെ മൃതശരീരം അവരുടേതല്ലെന്നും ഏതോ അജ്ഞാത പാലസ്തീൻ യുവതിയുടേതാണെന്നും പിന്നീട് കണ്ടെത്തി. ഒടുവിൽ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ഇസ്രായേൽ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഷിരി ബിബാസിൻ്റെ യഥാർത്ഥ മൃതശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് ഹമാസ് കൈമാറിയത്. അതിന് പിന്നാലെ നടന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ 2 പിഞ്ചു കുട്ടികളെ ഹമാസ് ഇസ്രായേലിൽ നിന്ന് ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇളയ കുട്ടിക്ക് 9 മാസം പ്രായവും മൂത്ത കുട്ടിക്ക് വെറും 4 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികളെ വളരെ ക്രൂരമായി ഹമാസിൻ്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഫോറൻസിക് റിപ്പോർട്ട്. ഹമാസ് പറഞ്ഞതാകട്ടെ ഇസ്രായേലിട്ട ബോംബ് സ്ഫോടനത്തിൽ ഇവർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു. ആ വാദത്തെ പൊളിക്കുന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ഫോറൻസിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടെത്തിയ റിപ്പോർട്ട്. വളരെ പൈശാചികമായി ആ പിഞ്ചു കുട്ടികളെ കൊല്ലുകയായിരുന്നു. അതും തട്ടിയെടുത്തതിൻ്റെ അടുത്ത ദിവസമോ തൊട്ടടുത്ത ദിവസമോ തന്നെ ഈ കുട്ടികളെ കൊലപ്പെടുത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. ഇതോടുകൂടി ഇസ്രായേൽ മാത്രമല്ല ലോകം തന്നെ ഞെട്ടി. ലോക മനസാക്ഷി ഞെട്ടിച്ചരിച്ചു. ഇത്രത്തോളം ക്രൂരന്മാരായ ഹമാസിനെതിരെ ഇനി എന്തിനാണ് സമാധാന ഉടമ്പടി? ഈ ചോദ്യമാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം തന്നെ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടം ഉടൻ തുടങ്ങുന്നില്ലെന്നും വെടിനിർത്തൽ കരാറിൻ്റെ 1ാം ഘട്ടം അടുത്ത 1 മാസത്തേക്ക് കൂടി നീട്ടാമെന്നുമുള്ള നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ കൂടി താല്പര്യപ്രകാരം അമേരിക്ക കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിബന്ധന ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഹമാസ് ഇത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാത്ത പക്ഷം ഉടൻ യുദ്ധം ആരംഭിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. ഇതിന് അമേരിക്കയുടെ പച്ചക്കൊടി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ പടയൊരുക്കം നടക്കുന്നത്. വമ്പൻ ബോംബുകളും വമ്പൻ സ്ട്രിങ്ങർ ബോംബുകളും കില്ലർ ബോംബുകളും ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന. ആ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഗാസയിലുടനീളം ബോംബ് വർഷിക്കാൻ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഉയർന്നു പൊങ്ങും. കരസേനയാകട്ടെ ഗാസയുടെ അതിർത്തി കടന്നുള്ള പ്രദേശങ്ങളിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഞങ്ങൾ 2ാം ഘട്ട വെടിനിർത്തലിന് പോകുന്നതിന് പകരം 1ാം ഘട്ട വെടിനിർത്തൽ 1 മാസം കൂടി നീട്ടാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ നടക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ദിവസം ബന്ദികളെ നിങ്ങൾ മോചിപ്പിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ ഇസ്രായേലി ജയിലിലുള്ള പാലസ്തീൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കാം. അങ്ങനെ 1 മാസം പിന്നിടട്ടെ. അതിനുശേഷം നമുക്ക് 2ാം ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാം. എന്നാൽ ഏകപക്ഷീയമായി ഈ നിബന്ധന തള്ളിക്കളഞ്ഞു ഹമാസ്.